ഇവിടെ നിൽക്കുന്നത് ഞാൻ എന്ന് പറയാനുള്ള ശക്തി എൻ്റെ വാക്കുകൾക്കില്ല എന്ന് തോന്നുന്നു. പല പല കാരണങ്ങളുണ്ട് അതിന്. എൻ്റെയൊക്കെ മനസ്സിൽ എത്രയോ ചെറിയ കാലം തൊട്ട്, സ്കൂൾ കാലം തൊട്ട് പ്രതിഷ്ഠ നേടിയ മഹതിയായ ഒരു എഴുത്തുകാരിയുടെ പേരിലുള്ള ഈ പുരസ്കാരം എന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യൻ എന്ന് പറഞ്ഞ കഥ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അത് പക്ഷെ ഞങ്ങൾക്ക് പഠിക്കാൻ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് വായിച്ച് സങ്കടപ്പെട്ടതൊക്കെ എനിക്കിപ്പോഴും അതുപോലെ ഓർമ്മയുണ്ട്. ആ കഥ ഞാൻ അപ്പോൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് മറ്റൊന്നും കണ്ടല്ല, അതുണ്ടാക്കുന്ന ദുഃഖത്തിൻ്റെ ആഴം അത്ര തീവ്രമായതുകൊണ്ടാണ്. അത് വീണ്ടും അനുഭവിക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെയുള്ള കുറച്ച് കഥകൾ, നെയ്പായസം പോലെയുള്ള കഥകൾ, OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന് പറഞ്ഞ കഥ, അങ്ങനെ ചില കഥകൾ എനിക്ക് രണ്ടാമത് വായിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ അമ്മ പറയാതെ എനിക്ക് പറഞ്ഞു തന്ന സഹജീവി സ്നേഹം, അതിൻ്റെ മറ്റൊരു സാഹിത്യ ഭാഷയാണ് ഞാൻ മാണിക്യൻ എന്ന് പറഞ്ഞ കഥയിൽ അന്ന് കണ്ടത്. അങ്ങനെയൊക്കെ വായിച്ചതുകൊണ്ടായിരിക്കും എപ്പോഴും കുറച്ചെങ്കിലും, ഒന്നും അവകാശപ്പെടാനൊന്നുമില്ലെങ്കിലും ഈ ഒരു സഹജീവി സ്നേഹം എന്നിലുണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത്, ഇതുവരെ നേരത്തെ ജയകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ലഭിക്കുന്ന 4ാമത്തെ അവാർഡാണ് ഇത്. മറ്റ് ചില പുരസ്കാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ സന്തോഷം തോന്നിയിട്ടുണ്ട്, അഭിമാനം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പുരസ്കാരം വ്യത്യസ്തമാകുന്നത് കുറച്ചുകൂടിയല്ല, കുറേ കൂടി വളരെയധികം സന്തോഷം തോന്നാൻ ഇടയാക്കിയൊരു കാര്യം, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഞാൻ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അവാർഡുകൾക്കും ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും പുസ്തകം വായിക്കാതെ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഇല്ല. പക്ഷേ ഇതങ്ങനെയായിരുന്നില്ല. പുസ്തകം വായിച്ചിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്നെ തേടി വന്ന ഒരു പുരസ്കാരമാണ്, ഒരു അംഗീകാരമാണ് ഇത് എന്നുള്ളത് എനിക്ക് വളരെയധികം ആത്മാഭിമാനം ഉണ്ടാക്കുന്നുണ്ട്. എഴുത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഒരു ആത്മവിശ്വാസക്കുറവ് എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് എഴുതുന്നത്, ഞാൻ എഴുതുന്നത് കൊള്ളാമോ, ആളുകൾ വായിക്കുന്നുണ്ടോ, അവർക്കത് ഇഷ്ടമാണോ എന്നുള്ള ചില ചിന്തകളൊക്കെ ധാരാളം വന്നു പോകുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഇത് തരുന്ന ആത്മവിശ്വാസം എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറയാൻ. അത്രയധികം ആത്മവിശ്വാസം ഇതുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതറിഞ്ഞ ഉടനെ തനുജ ചേച്ചിക്ക് ഞാൻ ആ കവിത അയച്ചത്. ഞാനൊട്ടും തേടാതെ എന്നിലേക്ക് വന്ന ചിലതിനെക്കുറിച്ചുള്ള ആ കവിത. അങ്ങനെയുള്ള ഒരു വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു പുരസ്കാരം എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു വലിയ നന്ദി ഈ പുരസ്കാര കമ്മിറ്റിക്കുണ്ട്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ചില യാദൃച്ഛികതകളെ കുറിച്ചാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ കുടുംബവുമായിട്ട് പലപ്പോഴുമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ചില ബന്ധങ്ങൾ, നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങൾ. ഗീതാ ഹിരണ്യൻ എന്ന് പറഞ്ഞ ഗീത ചേച്ചി തൃശ്ശൂർ താമസിച്ചിരുന്നപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു എഴുത്തുകാരി, വലിയ എഴുത്തുകാരി ഗീത ചേച്ചിയുമായിട്ട്, പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു വലിയൊരു ഹൃദയബന്ധം, പലതവണ വീട്ടിൽ പോകാനിടയായതും അവരോട് സംസാരിക്കാനിടയായതും അടുത്ത് ഇടപഴകാനായതും ഒക്കെ ആയിട്ടുള്ള കുറേ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ തനിമയോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട്. ഒരു തീവണ്ടി യാത്രയിൽ ഇതുപോലെ തിരുവനന്തപുരത്തേക്ക് എന്തോ ഒരു പുരസ്കാരം വാങ്ങാനുള്ളൊരു യാത്രയായിരുന്നു അത്. അന്നാണ് തനുജ ചേച്ചിയും അമ്മയെയും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നത്.
ആ ഒരു പരിചയപ്പെടൽ എൻ്റെ മനസ്സിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് വിചാരിച്ചപ്പോഴാണ് അല്ല, അമ്മ കൂടെ അത് ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അതൊരു വലിയ സന്തോഷം. മറ്റൊന്ന്, ഈ പുരസ്കാര ലബ്ധിയിൽ എന്നെ പോലെ തന്നെ സന്തോഷിക്കുന്ന ഒരുപാട് തവണ എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത സവിതയും പറഞ്ഞത് ഇതാണ്: സവിതയ്ക്ക് ആരോഗ്യപരമായ ചില കാരണങ്ങളെ കൊണ്ട് ഇന്ന് വരാൻ സാധിക്കില്ല. എത്രയോ തവണ ആ സന്തോഷം സവിത അറിയിച്ചിരുന്നു. ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചില യാദൃച്ഛികതകളിൽ ഈ എഴുത്തുകാരിയുടെ ഒരു തുടർച്ച എന്നിലേക്ക് വരികയാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന്, എഴുതിയതിന് മാത്രമായിരുന്നില്ല ഈ പുരസ്കാരം എന്നുള്ളതാണ്, എഴുതാത്തതിനും കൂടിയാണ് എന്നുള്ളതിന് എനിക്ക് ചേച്ചിയോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. അങ്ങനെ ആരും ചെയ്യാറില്ല. 50 വർഷം എന്നിവിടെ സൂചിപ്പിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാം ക്ലാസ്സിലോ മറ്റുമാണ് ഞാൻ എഴുതുന്നത്. തുടർച്ചയായിട്ട് ഇത്രയും വർഷം എഴുതിയിട്ടില്ല. എഴുതാത്ത കുറേ വർഷങ്ങൾ മറ്റ് പല സ്ത്രീ എഴുത്തുകാരികളുടേതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. സൂക്ഷ്മമായി നോക്കിയാൽ ഒരു 10 വർഷം 15 വർഷമൊക്കെ ഞാൻ എഴുത്തിൽ നിന്ന് മാറി നിന്നു എന്ന് വെച്ചാൽ ഈ അസ്വസ്ഥതകളും പേറി എഴുതാൻ പറ്റാത്ത, സ്വയം ആവിഷ്കരിക്കാൻ പറ്റാത്ത, വാക്കുകളായി പുറത്ത് വന്നിട്ടില്ലാത്ത ഈ അസ്വസ്ഥതകൾ മനസ്സിലുണ്ടായിരുന്നു. ഇതാണ് പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം എഴുത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കഥകളായോ കവിതകളോ ഒക്കെ ആയിട്ട് വന്നത്. അപ്പോൾ എഴുതാതിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ എഴുതാനുള്ള പ്രചോദനങ്ങൾ, എഴുതാനുള്ള ആ ത്വര, എഴുതാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും ഒഴിവാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൂടെ തിരിച്ചറിഞ്ഞതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. പുറത്ത് കാണുന്നത് മാത്രമല്ലല്ലോ ഒരു എഴുത്ത്, അകത്തുള്ളതും കൂടിയാണ്. എഴുതുന്നത് മാത്രമല്ല കവിത, എഴുതാനുള്ള സാധ്യത തരുന്നത് കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചത്, ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തതിൽ ഈ പുരസ്കാര കമ്മിറ്റി അംഗങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പിന്നെ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട ചിലരുണ്ട്. എൻ്റെ എഴുത്തിനോടൊപ്പം പ്രോത്സാഹന വാക്കുകളുമായി എപ്പോഴും നിന്ന ബഹുമാനപ്പെട്ട ശ്രീ ജയകുമാർ IAS, പിന്നെ സെബാസ്റ്റ്യൻ എപ്പോഴും എൻ്റെ എഴുത്തിൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. നല്ലൊരു കവിത വന്നാൽ, ഒരു കഥ വന്നാൽ ആദ്യം അറിയിക്കുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ്റെ ഈ ഒരു പ്രോത്സാഹനം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ എൻ്റെ ഒരു കഥ വളരെ കാലത്തിന് ശേഷം കലാകൗമുദിയിൽ വന്നപ്പോൾ തൊട്ട് സെബാസ്റ്റ്യൻ എൻ്റെ കൂടെയുണ്ട്. സെബാസ്റ്റ്യൻ ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഈ ഒരു ചെറിയ കാലയളവിൽ, ഒരു ചെറിയ സമയത്തിനുള്ളിൽ പോലും എൻ്റെ ഒരു കവിത വായിക്കാനായിട്ട് സെൻറ്റൻസ് കാണിച്ച രേഖയോട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് എനിക്കുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് വന്നവർ, എറണാകുളത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ പരിചയക്കാർ, എനിക്ക് ഏറെ പ്രിയപ്പെട്ടവർ എല്ലാവരും ഉണ്ട്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം എനിക്ക് തരുന്ന സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എല്ലാം കൊണ്ടും മനസ്സിൽ ഏറ്റവും ഓർമ്മിക്കത്തക്കതായി ഞാൻ വയ്ക്കുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് കൂടെ പറഞ്ഞ് ഇവിടെ വന്നവർക്കും ഇതുവരെ എൻ്റെ എഴുത്തിൻ്റെ ഒരു മേഖലയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്കും മറ്റൊന്ന് പറയാൻ മറന്നു. എൻ്റെ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചവരുടെയുണ്ട്. പ്രവീൺ ഉണ്ട്, ഹരിയുണ്ട്. ഐവറി ബുക്സാണ് വസന്തം പൂക്കളാൽ വെളിപ്പെടും പോലെ എന്ന് പറഞ്ഞ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് വീണ്ടും തനജ ചേച്ചിക്കും ഈ ട്രസ്റ്റിനോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട്